ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് എൻ്റെ നാട്ടിലുള്ള ഏവൂർ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഈ ഉത്സവ കാഴ്ചകളോടൊപ്പം തന്നെ ഈ അമ്പലത്തിൻ്റെ ചരിത്രത്തെപ്പറ്റിയും ഞാൻ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു തരാം. മഹാഭാരതത്തിലെ ഖാണ്ഡവ വന ദഹനവുമായി ബന്ധപ്പെട്ട കഥയാണ് ക്ഷേത്രോൽപത്തിക്ക് ആധാരമായതെന്ന് ഐതിഹ്യം. ഉദരരോഗ ശമനാർത്ഥം ഔഷധനിബിഡമായ ഖാണ്ഡവവനം ദഹിപ്പിക്കുക എന്നത് അഗ്നിക്ക് ദുഷ്കരമായിരുന്നു. കാരണം ഇന്ദ്രൻ്റെ മിത്രമായ തക്ഷകൻ പാർക്കുന്ന വനം ദഹിപ്പിക്കുന്നത് മഴ ചൊരിഞ്ഞ് ഇന്ദ്രൻ നിരന്തരം തടസ്സപ്പെടുത്തുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യം തേടിയ അഗ്നിയെ സഹായിക്കുന്നതിന് ആത്മമിത്രമായ അർജുനനെ ചുമതലപ്പെടുത്തുകയും അർജുനൻ ശരകൂടം തീർത്ത് കോരിച്ചൊരിയുന്ന മഴയിൽ നിന്ന് അഗ്നിയെ സംരക്ഷിച്ച് വനദഹനം സാധ്യമാക്കുകയും ചെയ്തു. ഭഗവത് പ്രസാദത്തിൽ അഭീഷ്ടം സാധ്യമാക്കുന്നതിലുള്ള ആനന്ദം അഗ്നി മറച്ചുവെച്ചില്ല. അർജുനന് ഭഗവത് സമേതനായി എവിടെ നിന്നാണോ തനിക്ക് വനദഹനത്തിന് സഹായമായ ശരകൂടത്തിന് അമ്പെയ്തത് അവിടെ ചതുർബാഹ വൈഷ്ണവ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്ന് താൽപ്പര്യം അറിയിക്കുകയും ഭഗവാൻ അനുവാദം നൽകുകയും ചെയ്തു. അഗ്നിയും അർജുനനും ചേർന്ന് കൃഷ്ണശിലാ വിഗ്രഹം ശരമെയ്ത ഊരിൽ പ്രതിഷ്ഠിച്ചു. ഭഗവാൻ സ്വമേധയാ വിഗ്രഹത്തിലേക്ക് ചൈതന്യം പകർന്ന് അനുഗ്രഹിച്ചു. അഗ്നിദേവന് ഏതുവിധം അഭീഷ്ടം പ്രദാനം ചെയ്തോ ആ വിധം സർവ്വ അരിഷ്ടതകളിൽ നിന്നും തന്നെ ശരണം പ്രാപിക്കുന്നവരെ സംരക്ഷിക്കുവാൻ സദാ സന്നദ്ധനായി ജാഗരൂകനായി നിൽക്കുന്ന പ്രയോഗ ചക്രധാരി രൂപത്തിലുള്ള ചതുർബാഹു സ്വരൂപം, ഭഗവാന്റെ പുണ്യരൂപം, ആത്മാനന്ദം ചൊരിയുന്ന തേജോമയമായ വിഗ്രഹ ദർശനം ജീവിത പ്രാരാബ്ധങ്ങളുടെ സങ്കടക്കടലിൽ അലയുന്ന ഭക്തർക്ക് എന്നുമെന്നും മറക്കാനാവാത്ത തുണയായി വിരാജിക്കുന്നു. അഗ്നിയുടെ ചൂടേറ്റ് പക്ഷികൾ വനത്തിൽ നിന്ന് കൂട്ടത്തോടെ പറന്നു ചെന്ന് വീണ സ്ഥലം വിയ്യപുരമായും ഇന്ന് അറിയുന്നു. അഗ്നിയിൽ നിന്ന് രക്ഷ തേടി വനത്തിൽ നിന്ന് പാഞ്ഞ ഉരകങ്ങൾക്ക് മണ്ണു തണുപ്പിച്ച് അഭയം നൽകിയ സ്ഥലം മണ്ണാറശാല. ഇതെല്ലാം ഇന്ന് ഖാണ്ഡവ വനത്തിൻ്റെ തിരുശേഷിപ്പുകൾ. ഇനിയുമുണ്ട് സ്ഥലനാമങ്ങൾ ഇതിനോട് ചേർത്തറിയുവാൻ. മറ്റൊരു ചരിത്ര സാക്ഷ്യം മുമ്പുണ്ടായിരുന്ന ക്ഷേത്രം അഗ്നിക്കിരയായപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ പത്മനാഭദാസൻ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സ്വപ്ന ദർശനമുണ്ടാകുന്നു. അഗ്നിവലയത്തിനുള്ളിൽ ഓടക്കുഴൽ വാദനവുമായി നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ നയനാനന്ദ സ്വരൂപം. ഉണർന്നെണീറ്റ മഹാരാജാവിന് ലഭിക്കുന്ന സന്ദേശം ഏവൂർ ക്ഷേത്രത്തിലെ അഗ്നിബാധ. മഹാരാജാവിന് മറ്റൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ശില്പചാരുതയും പ്രൗഢവുമായ ക്ഷേത്രം നിർമ്മിച്ച് പുനഃപ്രതിഷ്ഠയ്ക്ക് ഉത്തരവിട്ടു. ഇന്ന് കാണുന്ന ക്ഷേത്രം നമുക്ക് ലഭ്യമാക്കിയതും ഭഗവത് കാരുണ്യം. അങ്കുരാദി, ധ്വജാദി, പടഹാദി എന്നീ 3 തരം ഉത്സവമുണ്ട്. നവധാന്യങ്ങൾ 16 മുളമ്പാലിലകളിൽ മണ്ണിൽ വിതച്ച് മുളയറയിൽ വെച്ച് മുളപ്പിച്ച് സോമമണ്ഡലം നിർമ്മിക്കുന്നു. ഇതിൽ നിന്നും കലകളെ ദേവനിലേക്ക് പകർത്തുന്നു. ധ്വജം ഉയർത്തി അഥവാ കൊടിയേറ്റിയുള്ള ഉത്സവം രണ്ടാമത്തേത്. പുറം ചടങ്ങുകളായ കലാപരിപാടികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് പടഹാദി. ദേവന്റെ അനുഗ്രഹശക്തി ഭക്തരിലേക്ക് തുടർച്ചയായി പ്രവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവചൈതന്യത്തിന് കുറവുണ്ടാകുന്നു. ഈ നഷ്ടപ്പെട്ട ചൈതന്യം വീണ്ടെടുക്കാനാണ് ആണ്ടിലൊരിക്കൽ ഉത്സവം നടക്കുന്നത്. ഏവൂർ ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള ഉത്സവം ധ്വജാദിയും അങ്കുരാദിയും ചേർന്നുള്ളതാണ്. 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. അതിൽ 9 ദിവസം ഏവൂർ ക്ഷേത്രത്തിലും 10ാമത്തെ ദിവസം ഇവിടുന്ന് 3 ആനപ്പുറത്ത് ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ട് പൊലിയും ചെണ്ടമേളവുമൊക്കെയായിട്ട് നമ്മുടെ ആറാട്ട് കൊട്ടാരം ക്ഷേത്രത്തിലേക്കാണ് വരുന്നത്. അത് ഏവൂർ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമെന്നാണ് സങ്കല്പം. അപ്പോൾ അവിടെ വന്നതിന് ശേഷം ഭഗവാൻ അവിടുത്തെ ആറാട്ടുകുളത്തിൽ ആറാടി കുളിച്ചതിന് ശേഷം അവിടുന്ന് തന്നെ അത്താഴ പൂജയും കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന സമയത്ത് കൊട്ടും മേളമായിട്ടാണ് പോകുന്നത്.
10ാമത്തെ ദിവസത്തെ ആഘോഷങ്ങളാണിത് കേട്ടോ. ആനപ്പുറത്ത് ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരികയാണ് ഏവൂർ അമ്പലത്തിൽ നിന്നും ആറാട്ട് കൊട്ടാരത്തിലേക്ക്. ആറാട്ട് കൊട്ടാരത്തിലേക്ക് എത്തുന്ന സമയമാകുമ്പോഴത്തേനും ഇത് കവുങ്ങാണ്. അഗ്നിപ്രിയനാണെന്നല്ലേ പറയുന്നത് ഭഗവാൻ. അതുകൊണ്ട് തന്നെ അഗ്നി കാണിച്ചാണ് ഇവിടെ സ്വീകരിക്കുന്നത്. കവുങ്ങും അങ്ങനെ കുറേ ഉണങ്ങിയ പാളയും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് അത് തയ്യാറാക്കി വെക്കും. ഭഗവാൻ അടുത്തെത്താറാവുമ്പോഴത്തേനും അത് കത്തിക്കും. അങ്ങനെ അഗ്നി കണ്ടാണ് ഭഗവാനെ അമ്പലത്തിനുള്ളിലേക്ക് നമ്മൾ സ്വീകരിക്കുന്നത്. ഇതാണ് ആറാട്ട് കൊട്ടാരത്തിലെ ക്ഷേത്രക്കുളമാണ്. ഇവിടെയാണ് ഭഗവാൻ ഇനി കുളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ ആറാടിയതിന് ശേഷമാണ് ഭഗവാൻ അത്താഴ പൂജ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകാറുള്ളൂ. ഈ കുളത്തിന് 4 സൈഡിലും എല്ലാവരും തയ്യാറായിട്ടിരിക്കുന്നത് ഭഗവാൻ കുളിച്ച് കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ ആ വെള്ളത്തിലോട്ട് ചാടാൻ വേണ്ടിയിട്ടാട്ടോ. ചാടിയിട്ട് ഓടി ചെന്ന് ഭഗവാൻ ഇതിനകത്തുനിന്ന് കയറി അമ്പലത്തിനകത്തോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ആ ഭഗവാന്റെ മുന്നിൽ തന്നെ ഇവർ ഉരുളിച്ചെന്ന് പറയുന്നത് ഇവിടെ ഒരു വഴിപാടും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഉരുളാൻ വേണ്ടിയിട്ടാണ്, വെള്ളത്തിൽ ചാടി ഓടിച്ചെന്ന് ഭഗവാന്റെ മുന്നിൽ ഉരുളാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഇവിടെ തയ്യാറായിട്ടിരിക്കുന്നത്. ആറടി കഴിയുമ്പോഴത്തേന് പിന്നെ തിരക്ക് കൂടും കേട്ടോ. അമ്പലത്തിന് മുന്നിലേക്ക് പോകാനുള്ള ആൾക്കാരുടെ തിക്കും തിരക്കും ആകും. അത് കാരണം ഞങ്ങൾ പിന്നെ അങ്ങോട്ട് കൂടുതലായിട്ട് പോകാൻ നിന്നില്ല. അപ്പോൾ 10ാമത്തെ ദിവസത്തോടു കൂടി ഏവൂർ അമ്പലത്തിൽ ഉത്സവം അങ്ങനെ തീരുകയായിരുന്നു. അപ്പോൾ ഈ വീഡിയോയും കഥയും ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന വിശ്വാസത്തോടെ ബൈ.